തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ LDF-നുമേൽ വന്നു വീണ ഉൽക്കയായി ഗണേഷ് കുമാർ പ്രശ്നം. UDF-നെ നാണം കെടുത്തിയ അതേ രീതിയിൽ തന്നെ രണ്ടാമത്തെ ഭാര്യയുടെ പരാതിക്കണിയിൽ LDF-ന് നേരെയും UDF-ന്റെ പ്രതിഷേധമുയരുന്നു. ഇന്നലെ രാത്രി തന്നെ ഭാര്യ ബിന്ദു മേനോനെ വിളിച്ച് നിരുപാധികം മാപ്പ് പറഞ്ഞു ഗണേഷ് കുമാർ. 2 മാസമായി ഗണേശൻ ഇവരുടെ നമ്പർ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് ഇന്നലെ ചാനലുകളോട് ബിന്ദു മേനോൻ പറഞ്ഞത്. എന്നാൽ ഇന്ന് രാവിലെയായപ്പോൾ തനിക്ക് ഗണേശനെതിരെ പരാതിയൊന്നുമില്ല എന്ന സ്റ്റാൻഡിലെത്തി ബിന്ദു മേനോൻ. ഗണേശിന്റെ കയ്യിൽ നിന്ന് രാജി വാങ്ങി മുഖ്യമന്ത്രി കപ്പിൽ ചായ കുടിക്കുന്നത് എപ്പോഴാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതികരിച്ചു. മാധവിക്കുട്ടിയെ പോലെ താൻ ഇനിയും പ്രണയിക്കുമെന്നും വട്ടുള്ളവർ 112ലേക്ക് വിളിക്കുമെന്നുമൊക്കെയുള്ള വിടുവാക്കുകൾ പറഞ്ഞ ഗണേഷ് കുമാർ സാഷ്ടാംഗം പ്രണമിച്ച് തൽക്കാലത്തേക്ക് രക്ഷപ്പെടുന്ന തന്ത്രമാണ് സ്വീകരിച്ചതെന്ന് റിപ്പോർട്ടുകൾ. പിന്നെ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മന്ത്രിസഭയിൽ ഈ വിഷയം ചർച്ചയായതുമില്ല. സംസ്ഥാനത്ത് വൈദ്യുതി നിലച്ചാൽ പുനഃസ്ഥാപിക്കാനുള്ള സമയം നഗരങ്ങളിൽ 6 മണിക്കൂറിൽ നിന്ന് 4 മണിക്കൂറായും ഗ്രാമങ്ങളിൽ 8 മണിക്കൂറിൽ നിന്ന് 6 മണിക്കൂറായും കുറച്ചുകൊണ്ട് റെഗുലേറ്ററി കമ്മീഷൻ വിജ്ഞാപനമിറക്കി. ഇതനുസരിച്ച് വൈദ്യുതി നൽകിയില്ലെങ്കിലുള്ള പിഴ 25 രൂപയിൽ നിന്ന് 100 രൂപയാക്കി വർദ്ധിപ്പിച്ചു. സർക്കാരിന്റെ ഡേറ്റ ചോർത്തൽ കേസിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇന്ന് വിധി പറയും. ജഡ്ജ് ബച്ചു കുര്യൻ തോമസിന്റേതാണ് വിധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കൊച്ചിയിലെത്തും. മറൈൻ ഡ്രൈവിൽ കേരള ധീവര സഭയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി NDA സംസ്ഥാന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കലൂർ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. വാണിജ്യ ഉപയോഗത്തിനായുള്ള ഗ്യാസ് സിലിണ്ടർ ക്ഷാമം രൂക്ഷമാകുന്നു എന്ന റിപ്പോർട്ട്. കൊച്ചിയിൽ ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്നു എന്നാണ് വാർത്തകൾ. ഇതിനിടെ LPG സിലിണ്ടർ ബുക്കിങ്ങിനുള്ള നിയന്ത്രണം തുടരുമെന്നും അറിയിപ്പുണ്ട്. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ 2020 ലോകകപ്പ് ടീമിൽ സഞ്ജു സാംസൺ ഉൾപ്പെടെ 4 ഇന്ത്യൻ താരങ്ങൾ. ആകെ 12 അംഗങ്ങളിൽ ഇഷാൻ കിഷൻ, ഹർദിക് പാണ്ഡ്യ, ജസ്പ്രീത് ബുംറ എന്നിവരാണ് മറ്റ് ഇന്ത്യൻ താരങ്ങൾ. ഹോർമൂസ് കടലിടുക്ക് തുറന്നു കിടക്കുകയാണെന്നും അത് US ഏറ്റെടുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നു എന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. യുദ്ധം ഏകദേശം പൂർണ്ണമാകുന്നുവെന്നും ടെഹ്റാനിൽ ഒന്നും ശേഷിക്കുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു. ഇതേസമയം യുദ്ധത്തിന്റെ അവസാനം നിശ്ചയിക്കുന്നത് തങ്ങളായിരിക്കുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് പ്രഖ്യാപിച്ചു. ഇറാന്റെ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട മുജ്തബ ഖമേനിക്ക് ശക്തമായ പിന്തുണ റഷ്യ വാഗ്ദാനം ചെയ്തുവെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ബഹ്റിൻ തലസ്ഥാനം മനാമയിൽ ഇറാന്റെ മിസൈൽ പതിച്ചു. ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു, 8 പേർക്ക് പരിക്കുണ്ട്. സൗദിയിൽ വീണ്ടും ഇറാന്റെ ആക്രമണമുണ്ടായി. അൽ ഖർജ് ഗവർണറേറ്റിലേക്ക് ലക്ഷ്യമിട്ട് വന്ന മിസൈലുകളും ഡ്രോണുകളും സൗദി തകർത്തു.